ഹോണറിൻ്റെ ഹോണർ 90 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഹോണർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് തിരിച്ചു വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 90 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഈ ഫോണിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2664x1200 ആണ്. ആ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. പിന്നെ 3840 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു PWM ഡിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കണ്ണിനൊന്നും അത്ര സ്ട്രെയിനും കാര്യങ്ങളൊന്നും ഈ ഫോൺ യൂസ് ചെയ്യുമ്പം വരില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയായിരിക്കും. മൊത്തത്തിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന രീതിയിലൊക്കെ തന്നെ പറയാവുന്നതാണ്. മൊത്തത്തിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 183 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.8 mm ആണ്. ഈ ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ഡയമണ്ട് സിൽവർ, അതുപോലെ തന്നെ എംബ്രാൾഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 200 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് ISOCELL HP3 സെൻസറാണ്. പിന്നെ ഇതിൽ OS സപ്പോർട്ട് ചെയ്യുന്നില്ല. OS കൂടി കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ. പിന്നെ 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. 2 മെഗാപിക്സൽ മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൺ പേപ്പർ നോക്കുമ്പോൾ തിരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Android 13 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ടോ എന്നുള്ള കാര്യം. ഈ ഫോണിൽ ഗൂഗിളിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പ്ലേ സ്റ്റോറും യൂട്യൂബും ഇതുപോലുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പണ്ടത്തെ പോലെയല്ല, ഹോണറിന് ഇപ്പം ബാനും കാര്യങ്ങളൊന്നുമില്ല. ഹുവാവയും ഹോണറും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് 8 GB റാമും 256 GB ഇൻറ്റേർണലാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാം കൊടുത്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പം മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടെർബോ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 7 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ 38,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ച പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. അപ്പം പെർഫോമൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പക്ഷേ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 37,999 രൂപയാണ്. 12 GB റാം വെർഷൻ്റെ വില വരുന്നത് 39,999 രൂപയാണ്. ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10,000 രൂപയുടെ വരെ ഡിസ്കൗണ്ടൊക്കെ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ICICIയുടെ SBയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫർ ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 18 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ 90 എന്ന ഫോണിൽ ചില തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. എന്നാലും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോണർ എന്ന ബ്രാൻഡിൽ വലിയ വിശ്വാസമാണ്. ഹോണറിൻ്റെ തന്നെ ഒരു ഫോൺ വേണം, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.